ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കണ്ടിൻജൻറ്റ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞ പോർഷനാണ്. അപ്പോൾ ആദ്യം തന്നെ കണ്ടിൻജൻറ്റ് കോൺട്രാക്ട്സ്, അതായത് കണ്ടീഷണൽ കോൺട്രാക്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇവിടെ ആദ്യം പറയുന്നത്? ഇവിടെ നോക്കൂ, ദ കോൺട്രാക്ട്സ് മേ ബി ആൻ അൺകണ്ടീഷണൽ കോൺട്രാക്റ്റ് ഓർ കണ്ടീഷണൽ കോൺട്രാക്റ്റ്. അപ്പോൾ അൺകണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആദ്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ തൊട്ട് പിന്നാലെ കണ്ടീഷണൽ കോൺട്രാക്റ്റ് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അൺകണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ യാതൊരു തരത്തിൽ ആ കോൺട്രാക്റ്റിൽ വലിയ കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും തന്നെ പറയാണ്ടിരിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് അൺകണ്ടീഷണൽ കോൺട്രാക്ട്സ്. അതായത് ഇറ്റ് ഈസ് വൺ ഹൂസ് പെർഫോമൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എനി ഇവൻറ്റ് ബട്ട് ഇറ്റ് ടേക്സ് ഇറ്റ്സ് നോർമൽ കോഴ്സ് ഇൻ എ യൂഷ്വൽ മാനർ. അപ്പോൾ ഒരു സാധാരണഗതിയിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ്, അവിടെ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യുന്നതിൻ്റെയോ ഒന്നിനെയും ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല അൺകണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ മറിച്ച് കണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷണൽ കോൺട്രാക്റ്റ് ഈസ് വൺ ഹൂസ് പെർഫോമൻസ് ഈസ് ഡിപ്പെൻഡഡ് അപ്പോൺ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് എ പർട്ടിക്കുലർ കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷണൽ കോൺട്രാക്റ്റ് അഥവാ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ അതായത് ഞാനിപ്പോൾ എങ്ങടെയെങ്കിലും ഒരു യാത്ര പോവുകയാണ്. ഓക്കെ, അപ്പം നാളെ ഞാൻ ഈ സമയത്ത് യാത്ര പോയിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൽ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയി തിരിച്ച് വരുന്നു. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. വൺസ് ഐ കം ബാക്ക് ഫ്രം എ പ്ലേസ് വിച്ച് ഐ ഹാവ് ഗോൺ, ദെൻ അങ്ങനെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് പറയും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ്, ബിസിനസ്സുകാർ നമ്മളൊരു കോൺട്രാക്റ്റ് ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, നിങ്ങൾ 10,000 രൂപയുടെ സ്റ്റീല് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ആ 10,000 രൂപയുടെ സ്റ്റീല് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ തീർത്തിട്ടാണ് നിങ്ങൾ അതിൻ്റെ വിറ്റുവരവെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ട് തരുന്ന പോലെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളിവിടെ ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ കണ്ടീഷൻസിനെ വെച്ചുകൊണ്ട് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അതാണ് കണ്ടീഷണൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് നമ്മൾ പറയുന്നത്. സോ മറക്കണ്ട, കണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ ചില കണ്ടീഷൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഓക്കെ, ടു ബി ഫാക്റ്റ് പറയുകയാണെങ്കിൽ ചില കണ്ടീഷൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന കോൺട്രാക്റ്റാണ് കണ്ടിൻജൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 31, എ കോൺട്രാക്റ്റ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവൻറ്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ സെക്ഷൻ 31 പറയുന്ന ബേസ് ചെയ്ത് പറയുന്ന കാര്യം എന്താണ്? എ കോൺട്രാക്റ്റ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവൻറ്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. ചിലത് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുന്നു. ആ കോൺട്രാക്റ്റിനോട് ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്ത് നടക്കുന്ന ഒരു പ്രവൃത്തി നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നതാവട്ടെ എന്നുള്ള ഒരു കാര്യം. പക്ഷേ ആ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവട്ടെ, പക്ഷെ മറിച്ച് ഇങ്ങനൊരു കാര്യത്തിന് നമ്മളിവിടെ അതിലൊരു കണ്ടീഷനെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് കൊളാട്രൽ ഇവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇഫ് സം കൊളാട്രൽ ഇവൻറ്റ് അല്ലെങ്കിൽ ഇവൻറ്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്റ്റ്, അവിടെ അത് പറഞ്ഞിട്ടാണ് നമ്മളത് കോൺട്രാക്റ്റ് എങ്കിൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ ഒരു കണ്ടീഷണൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു ഇതാണ്. കാറ് ഇടിച്ച് കഴിയുകയാണെങ്കിലേ നമുക്ക് അതിനുള്ള പൈസ കിട്ടുകയുള്ളൂ. എൻ്റെ വാഹനം ഇടിക്കുകയാണെങ്കിലേ ഇടിച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ വ്യക്തമാക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ പൈസ കിട്ടുകയുള്ളൂ എന്നിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതാണ് ഈ പറയുന്ന കണ്ടിൻജൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്നിവിടെ വിശേഷിപ്പിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഒരു എക്സാമ്പിൾ നോക്കൂ. ഇഫ് എക്സ് പ്രോമിസ് ടു പേ വൈ ₹25,000 if Y's house is burned. The performance of the contract depends on the future event.
ഇറ്റ് ഈസ് ദെയർ ഫോർ എ കണ്ടിജൻ കോൺട്രാക്ട്. അപ്പോൾ അതായത് ഞാൻ നിനക്ക് 25,000 രൂപ തരാം, ഞാൻ നിങ്ങൾക്ക് 25,000 രൂപ തരാം, നിങ്ങളുടെ വീട് കത്തി നശിക്കുകയാണെങ്കിൽ അതിന് ഒരു സഹായകമായിട്ട് ഞാൻ നിങ്ങൾക്ക് 25,000 രൂപ തരാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ അതാണ് ഈ കണ്ടിഞ്ചൻ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇതിൽ ഇനി പറയാൻ നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടിഞ്ചൻ്റ് കോൺട്രാക്റ്റ് എന്നിവിടെ ആദ്യം പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടിഞ്ചൻ്റ് കോൺട്രാക്റ്റ്. അപ്പോൾ ആദ്യം പറയുന്നതാണ് ഡിപ്പെൻഡൻസ് ഓൺ എ ഫ്യൂച്ചർ ഇവൻറ്റ് എന്നിവിടെ പറയുന്നുണ്ട്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഇപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ ഭാവിയിലെ ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതായത് ഡിസംബർ മാസം 2021 നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ അടുത്ത ഒരു 2022 ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റ് ബേസ് ചെയ്ത് നടത്തുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അത് ഫ്യൂച്ചറിൽ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം. പിന്നെ പറയുന്നതാണ് അൺസേർട്ടൺ ഇവൻറ്റ് എന്നിവിടെ പറയുന്നുണ്ട്. എന്താണ് അൺസേർട്ടൺ ഇവൻറ്റ്? The event is uncertain. If the event is bound to happen, the contract is due to be performed. അൺസേർട്ടൺ ഇവൻറ്റ് അതായത് നടക്കുകയാണെങ്കിൽ, നടക്കുകയാണെങ്കിൽ, അതായത് അൺസേർട്ടൺ ആയിട്ടുള്ളൊരു കാര്യം, അതായത് ഷുവർട്ടി ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നുണ്ട്, അൺസേർട്ടൺ ഇവൻറ്റ് എന്ന് പറയുന്നത്. മറ്റത് ഫ്യൂച്ചർ ഇവൻറ്റ്. പിന്നെ പറയുന്നത് ഭാവിയിലൊരു കാര്യം. അൺസേർട്ടൺ ഇവൻറ്റ് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ സേർട്ടണിറ്റി ഇല്ലാത്ത ഒരു കാര്യം, അങ്ങനത്തെ ഒരു ഇവൻറ്റ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നത് കൊളാട്രൽ ഇവൻറ്റ്. എന്താണ് കൊളാട്രൽ ഇവൻറ്റ് ഉദ്ദേശിക്കുന്നത്? അതായത് ദി അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ് ഈസ് കൊളാട്രൽ ടു ദ കോൺട്രാക്ട്, ദാറ്റ് ഈസ് ഇൻസിഡൻ്റൽ ടു ദ കോൺട്രാക്ട്. അതായത് എന്തിനെങ്കിലും ആസ്പദമാക്കിക്കൊണ്ട് നടക്കുന്ന, അതായത് ഭാവിയിലെ ഒരു കോൺട്രാക്റ്റിന് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണ്? അതിലൊരു ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് എന്ന് നമ്മളിവിടെ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ തൃശ്ശൂർ പോയി ഞാൻ തിരിച്ച് വന്നിട്ട് നമ്മൾ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നു. സോ അവിടെ ഞാൻ പറയുന്നുണ്ട്, വൺസ് ഐ ഗോ ഫ്രം ഹിയർ ടു തൃശ്ശൂർ ആൻഡ് കം ബാക്ക് ആൻഡ് ദെൻ ഐ വിൽ ഗോ ആൻഡ് സൈൻ ഇൻ യുവർ കോൺട്രാക്റ്റ് എന്നിവിടെ പറയുന്നുണ്ട്. സോ ഞാൻ പോയി തിരിച്ച് വരണം എന്നുള്ളതാണ് ഇവിടെ കൊളാട്രൽ എന്നുള്ള ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. സോ ആ കൊളാട്രലിന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ കോൺട്രാക്ട് സൈനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഇൻസിഡൻറ്റ് പൂർത്തീകരിക്കുകയാണെങ്കിലാണ് ആ കോൺട്രാക്റ്റ് നടപ്പിലാകുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൂൾസ് ഓഫ് കണ്ടിഞ്ചൻ്റ് കോൺട്രാക്റ്റ്. എന്തൊക്കെയാണ് റൂൾസ് ഓഫ് കണ്ടിഞ്ചൻ്റ് കോൺട്രാക്റ്റിൽ പറയുന്നത്? ഫസ്റ്റ് വൺ, കണ്ടിഞ്ചൻ്റ് കോൺട്രാക്റ്റ് ഡിപ്പെൻസ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ ഒരു ഷുവർട്ടി ഇല്ലാത്ത ഭാവിയിലൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഒരു കോൺട്രാക്റ്റ് ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കുകയും ബട്ട് ഇഫ് ദാറ്റ് കോൺട്രാക്റ്റ് ഗോസ് ദെൻ ദി അതർ കോൺട്രാക്ട് ക്യാൻ ബി ക്രിയേറ്റഡ്. ഇപ്പോൾ അതായത് ഞാനും എ പറഞ്ഞ വ്യക്തിയും ബി പറഞ്ഞ വ്യക്തിയും കൂടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അവർ ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോൾ അത് നടപ്പിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അസാധുവാക്കി വേറൊരു കോൺട്രാക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം എന്നിവിടെ പറയുന്നത്. അടുത്തത് പറയുന്നത് സെക്കൻഡ് പോയിന്റ് എന്താണ്? കണ്ടിഞ്ചൻ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. കണ്ടിഞ്ചൻ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡിങ് ഓൺ ദി നോൺ ഹാപ്പനിങ്, അതായത് നടക്കാൻ പോകുന്നില്ലാത്ത നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ് എന്നിവിടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന നോക്കൂ, ഒരു കോൺട്രാക്റ്റിൽ പറയുന്നു ഇൻ സം കേസസ് ദാറ്റ് ഓൾറെഡി സെറ്റ് കോൺട്രാക്ട് ഡസ് നോട്ട് വർക്ക് വിൽ ടേക്ക് ഓഫ് ആൻ അനദർ വൺ ഓഫ് എ ന്യൂ വൺ എന്നിവിടെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വേറെ ചിന്തിക്കാം. ഇപ്പോൾ ഇത് നടക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഈ കോൺട്രാക്റ്റ് നടപ്പിലാവുന്നില്ല എന്നുള്ളതാണെങ്കിൽ, ഒരു കോൺട്രാക്റ്റിൽ പറയുന്നുണ്ട് ഇങ്ങനെ ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ആ കാര്യം അസാധുവായി പോവുകയാണെങ്കിൽ, ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അത് അസാധുവായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരിതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അതവിടെ പറയപ്പെടുന്നുണ്ട്.
പിന്നെ പറയുന്ന കാര്യം എന്താണ്? വെൻ ഇവൻ്റ് ടു ബി ഡീംഡ് ഇംപോസിബിൾ. വെൻ ഇവൻ്റ് ടു ബി ഡീംഡ് ഇംപോസിബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നൊരു കാര്യം എന്താണ്? നമ്മളൊരു ഇവൻ്റ് ഒരു നടപ്പിലാവാൻ അല്ലെങ്കിൽ പോസിബിളേ അല്ലാത്ത ഒരു ഇവൻറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ പറയാണ്. ഓക്കെ, അതായത് ഇൻ സം ഫ്യൂച്ചർ സ്പെസിഫൈഡ് ആക്ട് ഓഫ് എ തേർഡ് പേഴ്സൺ ദ കണ്ടിജൻസി ബിക്കംസ് ഇംപോസിബിൾ വെൻ സച്ച് തേർഡ് പേഴ്സൺ ഡസ് എനിത്തിങ് വിച്ച് റെൻഡേഴ്സ് ദി സ്പെസിഫൈഡ് ആക്ട് ഇംപോസിബിൾ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫ്യൂച്ചറിലൊരു ഇവൻറ്റ്, ഒരു ഭാവിയിലെ ഒരു ഇവൻറ്റ്, അത് മറ്റൊരു വ്യക്തിയെ അതായത് മൂന്നാമതൊരു വ്യക്തി, ആക്ട് ഓഫ് എ തേർഡ് പേഴ്സൺ, ദ കണ്ടിജൻസി ബിക്കംസ് ഇംപോസിബിൾ വെൻ സച്ച് തേർഡ് പേഴ്സൺ ഡസ് എനിത്തിങ് വിച്ച് റെൻഡേഴ്സ്. അതായത് രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം അതിൽ വേറൊരു വ്യക്തിക്ക് രണ്ട് പാർട്ടികൾ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പോകുന്നു. അതിനുശേഷം പെട്ടെന്ന് ആ പാർട്ടിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് പകരം വേറൊരു വ്യക്തിയുമായിട്ട് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ആ രണ്ട് പാർട്ടികളിൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇവർക്ക് അതായത് മറ്റേ രണ്ടാമത്തെ വ്യക്തിക്ക് ഈ കോൺട്രാക്റ്റിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അത് മറ്റേ വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ മൂന്നാമതൊരു വ്യക്തി ജോയിൻ ആയെന്ന് പറഞ്ഞില്ല, ആ മൂന്നാമതൊരു വ്യക്തി ജോയിൻ ആയത് പിൻവാങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ രണ്ടാമത്തെ വ്യക്തിക്ക് ഒന്നാമത്തെ വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നിവിടെ പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വെൻ ഇവൻ ടു ബി ഡീംഡ് ഇമ്പോസിബിൾ. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യത്തിന്, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യത്തിന് മൂന്നാമതൊരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. പക്ഷേ നമുക്ക് അതിൽ കയറണമെന്നുണ്ടെങ്കിൽ, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ അതിലുള്ള രണ്ട് ആളുകളിൽ ഒരാൾ മാറിപ്പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലാണ് പിന്നെ അതിന് ഒന്നും കൂടി ഒരു പോസിബിലിറ്റി മുതിരുന്നത്. അതവിടെ പറയുന്നത്. പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഫോർത്ത് പോയിന്റ് നോക്കുക. കണ്ടിൻജൻറ്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, നിശ്ചിതമായൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്യുകയും ഒരു നിശ്ചിത സമയത്തിനെ അവിടെ മെൻഷൻ ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇവിടെ പറയുന്നൊരു കാര്യം എങ്ങനെ പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞൊരു വ്യക്തി ബി പറഞ്ഞൊരു വ്യക്തിക്ക് 10,000 രൂപ കൊടുക്കാം. ആ 10,000 രൂപ കൊടുക്കാം. പക്ഷേ ആ കൊടുക്കുന്നത് എപ്പോഴായിരിക്കും? അത് ചില അടുത്ത 2 മാസം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത 2 മാസത്തിനുള്ളിൽ ഇത്രാം തീയതിക്കുള്ളിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കുകയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ പൈസ തന്നേക്കാം എന്ന് പറയുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതാണ്, ഒരു ഫിക്സഡ് ടൈമും മെൻഷൻ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയും ഫോക്കസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റിലേക്ക് ഇൻവോൾവ് ആകുന്നു. അഞ്ചാമത് പറയുന്ന പോയിന്റ് എന്താണ്? കണ്ടിൻജൻറ്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്താണ്? ഒരു കോൺട്രാക്റ്റ് ഇൻവോൾവ് ആകുന്നു, ബട്ട് ഇൻ ഫ്യൂച്ചർ വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ദാറ്റ് കോൺട്രാക്ട് ബിക്കംസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഭാവിയിൽ ആ ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ ആ കോൺട്രാക്റ്റ് അസാധുവാകുന്നു, അത് വർക്കൗട്ട് ആവുന്നില്ല, അതിൻ്റെ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ആകുന്നില്ല. അങ്ങനെ വർക്കൗട്ട് ആവാണ്ടിരിക്കുകയും അതിന് ചില ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻസ് ഒന്നും ശരിയാകാതിരിക്കുകയും അത് നിശ്ചിത സമയത്തിനുള്ളിൽ ആവാതിരിക്കുകയും 3 കാര്യങ്ങളവിടെ പറയുന്നുണ്ട് അല്ലേ? ഒരു നോൺ ഹാപ്പനിങ് ആവുകയും സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു അൺസർട്ടൺ ഇവൻ്റായി മാറുകയും നിശ്ചിത സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുകയും ഒക്കെ ആണെങ്കിൽ നമുക്ക് മറ്റൊരു കോൺട്രാക്റ്റിനെ പറ്റി അതിൽ ചിന്തിക്കാം. ആറാമത് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കൂ. കണ്ടിൻജൻറ്റ് അഗ്രിമെൻറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ നോൺ ഹാപ്പനിങ് ഓഫ് ഇംപോസിബിൾ ഇവൻറ്റ് എന്നിവിടെ പറയുന്നുണ്ട്. കണ്ടിൻജൻറ്റ് അഗ്രിമെൻറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ഇംപോസിബിൾ ഇവൻറ്റ്. അതായത് നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, പക്ഷേ അത് നടക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും അതിന് ഒരുപാട് ഇംപോസിബിലിറ്റീസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അതായത് വെദർ ദി ഇംപോസിബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഈസ് നോൺ ഓർ നോട്ട് നോൺ ടു ദ പാർട്ടീസ്
ടു ദി അഗ്രിമെൻറ്റ് അറ്റ് ദ ടൈം വെൻ ഇറ്റ് ഈസ് മെയ്ഡ്. അതായത് അതിൻ്റെ ഒരു ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ രണ്ട് കൂട്ടർക്കും ഒന്നെങ്കിൽ അറിയാം, രണ്ട് കൂട്ടരിൽ ഒരു വ്യക്തിക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അറിയാതിരിക്കുകയാവാം. വാട്ട് എവർ ഇറ്റ് മേ ബി, ആ ഒരു ഹാപ്പനിങ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പെൻഡ് ചെയ്ത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിന് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇവൻറ്റിനെ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെ ആണ് നമ്മളവിടെ പറയപ്പെടുന്നതെങ്കിൽ അതാണ് ഈ ഉദ്ദേശിക്കുന്ന പോയിന്റ്. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. എം അഗ്രീസ് ടു പേ N rupees 6,000 ഇഫ് 2 parallel straight lines meet at 1 point. അപ്പോൾ ഇവരിവിടെ പറയുന്നതാണ്, രണ്ട് പാരലൽ ലൈൻസ് പോകുന്നുണ്ട്, അത് രണ്ട് ഇതും ഇൻ്റർസെക്റ്റ് ആവുന്ന സമയമാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് 6,000 രൂപ തരാമെന്ന് പറഞ്ഞ് എം എന്നിനോട് പറയുന്നു. അത് ആവണം, അങ്ങനൊരു കാര്യം അവിടെ ആയിക്കഴിഞ്ഞാലാണ്, അതായത് അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്, അല്ലേ? ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. രണ്ട് പാരലൽ ലൈൻസ് കൂട്ടിമുട്ടണം. രണ്ട് പാരലൽ ലൈൻസ് കൂട്ടിമുട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ ആ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം വർക്കൗട്ട് ആയാൽ മാത്രമേ ഇതിന് പ്രസക്തി വരുന്നുള്ളൂ എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞ് വെക്കുന്നത്. ഓക്കെ, സോ these are the different rules of contingent contract.